ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭൂമിയിൽ തന്നെ ഒരുപാട് സെക്ഷൻസ് നമ്മൾ പറഞ്ഞു. GP പറഞ്ഞു, സെക്ഷൻ എ പറഞ്ഞു, ഇനി സെക്ഷൻ ബി, അത് സൈറ്റ് വർക്കിൽ എന്താ വെച്ചാൽ എർത്ത് വർക്ക്സ്, എക്സ്കവേഷൻ ആൻഡ് ഫൈലിങ്, ഇതിൻ്റെ മെഷർമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ ബി അഥവാ സൈറ്റ് വർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറിച്ച് ഒരു പ്രോപ്പറായിട്ട് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കുറേ സെക്ഷൻസ് ഉണ്ട്. B1, B2, B3 അങ്ങനെ അപ് ടു B26 വരെ ഉണ്ട്. സൈറ്റ് എക്സ്പ്ലോറേഷൻ തൊട്ട് ട്രയൽ ഹോൾസ്, ബോർ ഹോൾസ്, സൈറ്റ് പ്രിപ്പറേഷൻ, ഡിമോളിഷൻ ആൻഡ് അൾട്രേഷൻ, ഷോറിങ്, അണ്ടർപൈനിങ്, എർത്ത് വർക്ക്സ് ജനറലി, എക്സ്കവേഷൻ, ഡ്രഡ്ജിങ്, ഇതൊക്കെ നമുക്കറിയാം എന്താണ് എന്തിനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത് എന്നൊക്കെ അറിയാം. പക്ഷേ അതിനൊക്കെ കുറച്ച് സ്റ്റാൻഡർഡൈസേഷൻ ഫോംസ് ഉണ്ട്. അതാണ് നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് മെഷർമെൻറ്റ് ഇൻ്റർനാഷണലിലെ ഈ ഒരു ഭൂമിയിലൂടെ നമുക്ക് കിട്ടുന്നത്. സോ ബേസ്ഡ് ഓൺ ദിസ് നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. സോ B11 ഡിസ്പോസൽ, B12 അങ്ങനെ കുറേ ഉണ്ട്. B21, B26 വരെ ഉണ്ട്. ടണൽ സപ്പോർട്ട് ആൻഡ് സ്റ്റെബിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടണലിൻ്റെതും ഇതിൽ ഇൻക്ലൂഡ് ആണ്. അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ്, റെയിൽവേ വർക്ക്, ടണൽ എക്സ്കവേഷന്, അതൊക്കെ ഫെൻസിങ്, അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതിൽ ഫസ്റ്റ് B1 ആണ് സൈറ്റ് എക്സ്പ്ലോറേഷൻ ജനറലി. അത് കീപ് റെക്കോർഡ്സ് ഓഫ് സൈറ്റ് ഒബ്സർവേഷൻ, സൈറ്റ് ടെസ്റ്റ് ആൻഡ് ലബോറട്ടറി ടെസ്റ്റ്, സോയിലൊക്കെ ടെസ്റ്റ് ചെയ്യില്ല, പെൻട്രേഷൻ ടെസ്റ്റ്, അങ്ങനത്തെ കുറേ ടെസ്റ്റ് ഉണ്ടല്ലോ. സോയിൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് സോയിലിൻ്റെ ഏത് ടൈപ്പ് ഓഫ് പൈലിംഗ് ആണ് വേണ്ടതെന്നൊക്കെ അറിയാൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ജിയോളജിക്കലി നമുക്ക് ഒരുപാട് ടെസ്റ്റ് ചെയ്യും. ആ ഒരു ടെസ്റ്റിൻ്റെയൊക്കെ ഒരു ഒബ്സർവേഷനാണ്. പിന്നെ ട്രയൽ ഹോൾസ് പറയുന്നത് എന്താ, എർത്ത് വർക്ക്, അത് അങ്ങനത്തെ ട്രയൽ ഹോൾസ്, ബോർ ഹോൾസ് ഇൻക്ലൂഡിങ് പമ്പിങ് ടെസ്റ്റ് വെൽസ്. നമ്മൾ ബോർ ഹോൾസ് എന്തിനാണ് ഉപയോഗിക്കുക? ഡ്രിവൺ ബോർ ഹോൾസ് ബൈ ഡെപ്ത് അലോങ് ദ സെൻറ്റർ. നമ്മൾ ആ ഒരു ബോർ ഹോൾസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഡീറ്റെയിൽസ് അതിലാണ് കൊടുക്കുക. സൈറ്റ് പ്രിപ്പറേഷൻ ഉണ്ട്, അത് എന്തൊക്കെ അതിൽ സൈറ്റ് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ട്രീസ് റിമൂവ് ചെയ്തോ, അതേപോലെ തന്നെ അതിൻ്റെ ലെവലിങ് എന്തൊക്കെ ചെയ്തു, അതൊക്കെ പോലെ തന്നെ ഡിമോളിഷൻ ആൻഡ് അൾട്രേഷൻ വർക്ക് അല്ലെങ്കിൽ ഡിമോളിഷൻ വർക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൊടുക്കുന്നത് B5-ലാണ്. അത് ഓരോ സെക്ഷൻ സൈറ്റ് വർക്കിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് എന്തൊക്കെയാണോ ഒരു സൈറ്റിൽ നടക്കുന്നത്, ഡിമോളിഷൻ, ആൾട്രേഷൻ, അതേപോലെ തന്നെ സൈറ്റ് ക്ലിയറൻസ്, അത് ആ ഒരു ഫുൾ ഡീറ്റെയിൽസ്. പിന്നെ അതേപോലെ തന്നെ ഷോറിങ്ങിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾക്ക് ഈ സൈറ്റ് വർക്കിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇത് ഫുള്ള് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഭൂമിയുടെ പ്രിൻസിപ്പിൾ ഓഫ് മെഷർമെൻറ്റ് ഇൻ്റർനാഷണൽ അടിച്ചു കൊടുത്താൽ അതിൻ്റെ PDF കിട്ടും. അത് അപ്ലോഡ് ചെയ്യുക. അതിൽ വേർഷൻ മോഡേൺ ആയിട്ടുള്ളതിന് വരുമ്പോൾ, മോഡേൺ ആയിട്ടുള്ള ഡിസൈൻസൊക്കെ വരുമ്പോൾ അതിനായിട്ടുള്ള അപ്ഡേറ്റ് ചെയ്ത വേർഷൻ ഉണ്ടാവും കേട്ടോ. പിന്നെ അണ്ടർ പൈനിങ് വർക്ക് സ്റ്റേറ്റിംഗ് ദ ലൊക്കേഷൻ. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് സൈറ്റിൽ ചെയ്യേണ്ടത്, എക്സ്കവേഷൻ ചെയ്യും നമ്മൾ ആദ്യം എന്താ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ്, പൈലിംഗ് ആണോ അതല്ലെങ്കിൽ ഡീപ്പ് ഫൗണ്ടേഷനാണോ ഷാലോ ഫൗണ്ടേഷനാണോ വേണ്ടത് എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തും. അതിന് ശേഷം നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഫൗണ്ടേഷൻ്റെ PCC ഫൗണ്ടേഷൻ അങ്ങനെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കൊണ്ട് വെക്കുന്നത്. സോ അതിലെല്ലാം എക്സ്കവേഷൻ്റെ വോളിയംസ്, ആ ഒരു എക്സ്കവേഷൻ ടു റെഡ്യൂസ് ലെവൽസ്, എക്സ്കവേഷൻ ഇൻ കട്ടിങ്, ബേസ്മെൻറ്റ് എക്സ്കവേഷൻ, ആ ഒരു ഡ്രഡ്ജിങ് ആയിക്കോട്ടെ, മിഷൻ ഡ്രഡ്ജിങ് ഇൻ വോളിയം, ആ ഒരു ഡീറ്റെയിൽസ് ഡിസ്പോസൽ, ആ ഒരു മെറ്റീരിയൽസ് ഫ്രം എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിനെ ഡിസ്പോസ് ചെയ്യില്ലേ, അതിൻ്റെ ഡീറ്റെയിൽസിങ്ങൊക്കെ നമുക്ക് എന്താണ് ഈ സൈറ്റ് വർക്കിൽ ഇൻക്ലൂഡാണ്. ഇത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം സൈറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. സൈറ്റിൻ്റെ എന്തൊക്കെ ഇൻക്ലൂഡാണോ, ഫൈലിംഗ് ജനറലി ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാം ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഭൂമിയിൽ. സോ ഡ്രിവൺ ഫൈലിങ് അതിനെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിനും ഈ ഒരു സെക്ഷനിലാണ് വരുന്നത് മെയിനായിട്ട്. ഇതിൽ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ വിശദീകരിച്ചിട്ടാണ് വരുന്നത്. ഞാൻ അതിനെ ജസ്റ്റ് ഷോർട്ടാക്കിയിട്ട് എഴുതിയെന്നുള്ളൂ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും, അതല്ല. പക്ഷേ എന്താ പറയുക, നമുക്ക് പെട്ടെന്നൊരു ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് നോട്ട്സ് ആക്കില്ലേ, അങ്ങനെ ആക്കി വെച്ചതാണ് ഞാൻ.
സോ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഏതൊക്കെ എന്തിനൊക്കെയാണ് എന്നൊക്കെ. ജസ്റ്റ് മെയിനായിട്ട് ഒരു സെക്ഷൻ എ എന്തിനാണ്, സെക്ഷൻ GP ജനറൽ പ്രിൻസിപ്പിൾ, സെക്ഷൻ എ എന്തായിരുന്നു, ആ ഒരു ഇത്, സെക്ഷൻ ബി എന്തിനാണ്, ആ ഒരു ഇതിൽ മാത്രമേ നമ്മൾ നോക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആ ഒരു പിന്നെന്താ പറയുക, ഈ ഒരു ഇത് മനസ്സിലാക്കിയെടുക്കുമ്പോൾ തന്നെ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. സെക്ഷൻ GP ജനറൽ പ്രിൻസിപ്പിൾസ്, സെക്ഷൻ എ എന്തായിരുന്നു ജനറൽ റിക്വയർമെൻറ്റ്സ്, സെക്ഷൻ ബി എന്തായിരുന്നു സൈറ്റ് വർക്ക്സ്. ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പഠിക്കുക. ആ ഒരു സെക്ഷൻ പറയുന്നത് ABCD കുറേ ഉണ്ട്. സോ നമുക്കതൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് സോ ദാറ്റ് ഇനി നമ്മൾ പറയുന്നത് ഇങ്ങനെ ഓരോന്നിൻ്റെയും പേവിങ് ആൻഡ് സർഫസിങ്, പേയ്മെൻറ്റ് ഏതാണ് കൊടുക്കുന്നത്, അത് ആ സർഫസ് ഏരിയ, ആ ഒരു വാട്ടർ സ്റ്റോപ്പ് ബൈ ലെങ്ത്ത്, ആ ഒരു എന്താ പറയുക ചാനൽസ്, കർബ്സ്, സർജിങ് ബൈ ലെങ്ത്ത്, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊക്കെയാണോ സൈറ്റിൽ നടക്കുന്നത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. ഫെൻസിങ് എന്താണെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചുറ്റും മതിലിട്ടുള്ളത് അതൊക്കെ തന്നെ. ഇൻക്ലൂഡ് എക്സ്കവേറ്റിംഗ് ബൈറ്റ്സ്, ഡിസ്പോസൽ ആൻഡ് ഫയലിങ്, അതിന് വേണ്ടിയിട്ട് എത്രത്തോളം നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഡീറ്റെയിൽസും നമ്മൾ ഇതിൽ കൊടുക്കും. പിന്നെന്തായി ലാൻഡ്സ്കേപ്പിംഗ് കൾട്ടിവേറ്റിംഗ് ആയി ഫെർട്ടിലൈസിങ് ഗ്രൗണ്ട് ബൈ ഏരിയ, അതെന്താ വെച്ചാൽ സോയിലിങ്, സീഡിങ്, ആ ഒരു ഏരിയ എത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു, എന്തൊക്കെയാണ് അവിടെ ചെയ്തത്, നമ്മൾ എന്തൊക്കെയാണ് അവിടെ വെച്ച് പിടിപ്പിച്ചത്, ട്രീസ് ആണോ, ആ ഒരു എത്ര അതോടെ ഉണ്ടായ ആ ഡീറ്റെയിൽസ്, റെയിൽവേ ട്രാക്ക് ആൻഡ് കമ്പണൻസിൻ്റെ റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും നമ്മൾ സൈറ്റ് വർക്ക്സ് തന്നെ കൊടുക്കുക കേട്ടോ. സൈറ്റ് വർക്ക് തന്നെയാണ് റെയിൽവേ വരുന്നത് കേട്ടോ, അത് ഓർത്ത് വെക്കണം. നമുക്ക് സൈറ്റ് വർക്ക് തന്നെ റെയിൽവേ, അതേപോലെ തന്നെ ടണൽ എക്സ്കവേഷൻ, ടണൽ ലൈനിങ്ങും സൈറ്റ് വർക്ക്സ് തന്നെയാണ് വരുന്നത്. സോ ഇത് പറയണത് ഇതിലെന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. B26 വരെയാണ് മെയിനായിട്ടുള്ളത്. ടണൽ എക്സ്കവേഷൻ എന്തായിരിക്കും, ആ ഒരു വോളിയം, ആ ഒരു ഇതൊക്കെയാണ്. ടണൽ സപ്പോർട്ട് ആൻഡ് സ്റ്റെബിലൈസേഷൻ, ടിമ്പർ സപ്പോർട്ട്, ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് അവിടെ യൂസ് ചെയ്തത്, ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെയാണ് അവിടെ കൊടുക്കുക. സോ സെക്ഷൻ സിയിലോട്ട് കിടക്കാം.